അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതിയുടെ നിർദ്ദേശം. അൻസിബ നൽകിയ സ്വകാര്യ ഹർജിയിലാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. എന്റെ പൊന്നു ദൈവമേ, പുള്ളിയുടെ സമയം അത്ര നല്ലതല്ല എന്നാ തോന്നുന്നത്. എന്തായാലും നമ്മുടെ അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒന്ന് കമന്റ് രേഖപ്പെടുത്തണേ. കേസെടുക്കാനാകില്ല എന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് അൻസിബ കോടതിയെ സമീപിച്ചത്. ടിനി ടോം തനിക്കെതിരെ വർഗീയ പരാമർശം നടത്തി എന്നാണ് അൻസിബയുടെ പരാതി. കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചതിൽ സന്തോഷമെന്ന് അൻസിബ ഹസൻ 24നോട് പറഞ്ഞു. ടിനി ടോം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോക്രിത്തരം തന്നെയാണ്. ഇവര് ഇതൊക്കെ നമ്മുടെ ലക്ഷ്മിപ്രിയ വല്ലാതെ ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ടിനി ടോമിനെ സംശയം. അല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങ് സംശയം വരില്ലായിരുന്നു. എന്തായാലും അമ്മ നന്നായി പോട്ടെ. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയിലാണെന്ന്. അപ്പുറത്തെ വീട്ടിലെ മലയാടി പോകാൻ പറ്റും നമുക്ക്. അയാളെ വെട്ടിക്കൊല്ലും. ഗായ്സ്, ആ പെൺകുട്ടിയുടെ കഥ നമ്മൾ കണ്ടു കഴിഞ്ഞു. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു ഗായ്സ്. ഇവരൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ അമ്മ നന്നായി പോയിക്കോളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇനി ടിനി ടോമിന് വരാൻ പോകുന്ന പണി എന്തൊക്കെയാണ്? ഈ ന്യൂസൊക്കെ കണ്ടപ്പോഴേ എനിക്ക് താണ്ട ഈ സീനാ ഓർമ്മ വന്നു. ഇത് കേസാവോ? അറിഞ്ഞ ഞാൻ ഇതിൽ കൂട്ടിവെക്കോ? കേസായി ഞാൻ കൊടുക്കില്ലേ? ചാണ്ടിച്ചായം കൊടുക്കില്ലേ? ഈ ജോസ് കൊടുക്കില്ലേ? ഞാനോ? നീയും കൊടുക്കും.